അങ്ങനെയാണ്. അസ്ഥാനത്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ ഞാനൊരു ഇൻസിഡന്റ് പറയാം. ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഹോസ്റ്റൽ നൈറ്റ് ഒരു 12 o'clock സംതിങ് എന്തോ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പുറത്ത് എന്തോ അനക്കം കേൾക്കാം, ഒന്ന് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ ഇരുട്ട് ഭയങ്കര പേടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് നോക്കാം എന്താ. അപ്പോൾ ആളാദ്യം കാണിച്ചപ്പോൾ ഒരു നിഴൽ പോലെ ഒരു രൂപം മാത്രം ഞാൻ കണ്ടു. അപ്പോൾ ഇത് അനങ്ങുന്നില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കള്ളനും എന്താ പറയുന്ന വരെ ഞരമ്പ് രോഗിയൊന്നും അല്ല വരുന്നത്. എൻ്റെ മനസ്സിലേക്ക് പ്രേതമാണ് നേരിട്ട് വന്നത്. ഇരുട്ടാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയോ, എൻ്റെ കയ്യും കാലും മറക്കുകയോ. ഞാനപ്പോൾ അവിടെ നിന്ന് മറച്ചു പോയി. അപ്പം എൻ്റെ കൂട്ടുകാരെ അടുത്തുള്ള റൂമിലെ എല്ലാം വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊരു ഒരു ഞരമ്പ് രോഗിയായിരുന്നു അയാൾ. ലേഡീസ് ഹോസ്റ്റലൊക്കെ കണ്ടപ്പോൾ എരിഞ്ഞ് കയറിയത്. അയാൾ എന്ത് ചെയ്ത്, ഞങ്ങൾ ആൾക്കാരെ വിളിച്ച് കൂട്ടുന്നതിന് മുമ്പ് അയാൾ അവിടെ നിന്ന് ഓടി. ഓക്കെ, ഇന്ന് ഒന്നിച്ച് എല്ലാവർക്കും കൂടെ ഒരു റൂമിൽ കിടക്കാം, പേടിയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ടെൻഷനായി. ഇനി പലരും റൂമിൽ കിടന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ എണീറ്റെങ്ങാനും പോകാൻ തോന്നി എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കിടന്നു. അപ്പോൾ ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും പേടി ചരണ്ട് കിടന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നല്ല കൂത്ത ഉറക്കമായിരുന്നു. എനിക്ക് എൻ്റെ കൂട്ടുകാരെ ചോദിച്ചു, വിളിക്കണം. എഴുന്നേറ്റിട്ട് ഒരു കാര്യമില്ല, വിളിക്കണ്ട, അവിടെ കിടന്നോട്ടെ, വിളിക്കണ്ടെന്ന് പറഞ്ഞു. സംഭവമൊക്കെ ഉണ്ടായി. അവൾ എഴുന്നേറ്റു. ഇപ്പോൾ ഒരു 2 മണിയായി കാണും ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും. തിരിച്ച് ബെഡൊക്കെ കിടന്ന് നിലത്തൊക്കെ ബെഡൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് കിടക്കാൻ നോക്കുമ്പോൾ അയാൾ ടേബിളിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് പഠിക്കാൻ പുറത്തേക്ക് പോകും. ഞങ്ങളെല്ലാവരും കൂടെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കും. എക്സാം എഴുതണമെങ്കിൽ മനുഷ്യന് ജീവൻ വേണ്ടേ? അതുപോലെ തന്നെ പല യോഗാസനത്തിൽ ഉറങ്ങാൻ പറ്റുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് അവിടത്തിൽ എവിടെ കിടത്തിയാലും ഉറങ്ങുന്ന കുറച്ചേരുണ്ടാവില്ലേ, ഈ പൂച്ചകളെ പോലെ. അവർക്ക് എക്സാമ്പിളാണ് ഇവർ.